അതായത് ഇപ്പോ നേരത്തെ നന്ദകുമാർജി പറഞ്ഞു ഈ ഞങ്ങളുടെ അവകാശമല്ലേ ഈ പ്രതികരിക്കുന്നത്. ശരിയാണ്, നിങ്ങളുടെ അവകാശമായിട്ട് ഞാൻ കാണുന്നത് ശശികലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണണം. അതായത് അത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അതായത് ഭാര്യൻ കുന്നനല്ല ഓന്റെ ബാപ്പ വിചാരിച്ചാലും നടക്കില്ല എന്ന് പറയുന്നത്. ഈ ഭാര്യൻ കുന്നൻ എന്ന് പറയുന്ന ആരെയെന്ന് അറിയും ഇവര്. ഇതിനിടയിലെ ഒരു പ്രൊജക്ട് മിസ് ചെയ്തു പോയ ഒരു പ്രൊജക്ട് ഉണ്ട്. ആഷിഖ് അബു ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന നമ്മുടെ പൃഥ്വിരാജിന്റെ നായകനാക്കിയിട്ടുള്ള പ്രൊജക്ട്. അപ്പൊ ഈ ഉദ്ദേശിക്കുന്നത് പൃഥ്വിരാജിനെയാ. ഇതാണ് ഇവരുടെ അവകാശം. അതോടൊപ്പം തന്നെ മറ്റേ BJP-യുടെ ഇന്ന് ചർച്ച ചെയ്ത വളരെ പ്രധാനമായിട്ട് ഗണേഷിന്റെ പോസ്റ്റ്. ആ ഗണേഷിന്റെ പോസ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ISIS-ഉമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായോ, ISIS-ൽ നിന്ന് ഇയാൾ പല കാര്യങ്ങളും പഠിച്ചോ, ജോർദാനിൽ കുടുങ്ങിയ സമയം. നിങ്ങൾ ആരാണ് മിസ്റ്റർ? നിങ്ങളൊക്കെ ആരാ? നിങ്ങളുടെയൊക്കെ ഇതെന്താ, ഭാവം എന്താ? നിങ്ങളാണോ ഈ രാജ്യം ഈ രീതിയിൽ കൊണ്ടുവന്നതും ഇങ്ങനെയാക്കി നിങ്ങൾ പറയുന്നത് പോലെ നടക്കണം എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ആരാ നിങ്ങൾ അധികാരം തന്നത്? എന്ത് മോശമായ പരാമർശമാണ്. ലോകത്തെ വലിയ ഭീകര സംഘടനയായിട്ടുള്ള ISIS-ന്റെ ഇതൊക്കെ ആ ജോർദാനിൽ കിടന്നപ്പോ പഠിച്ചോ എന്നുള്ളതാണ് BJP-യുടെ ഒരു നേതാവ് പരസ്യമായിട്ട് പറയുന്നത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഈ സിനിമക്കെതിരെ മാന്യമായിട്ടല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ മാന്യത? BJP-യുടെ പ്രമുഖ നേതാവിന്റെ പോസ്റ്റാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര ഗൗരവമാണ്. ഒരു മനുഷ്യനെ മാനസികമായി വേട്ടയാടുക, അയാളെ ശാരീരികമായി വേട്ടയാടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറയുന്നുണ്ടല്ലോ ആരെയും ഞങ്ങൾ ഇവിടെ പേടിപ്പിച്ചതായിട്ട്. ഇതൊക്കെ പേടിപ്പിക്കലിന്റെ ഭാഗമാണ് മിസ്റ്റർ ശ്രീജിത്ത്. ഇതൊക്കെ തന്നെയാണ് പേടിപ്പിക്കലിന്റെ ഭാഗം. പുതിയ കാലത്തിന്റെ നിങ്ങളുടെ പുതിയ ഭാവം ഈ പറയുന്നത് പോലെയാണ്. ഇതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് എന്താ, ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം. ഏത് ജോർദാനിൽ സിനിമയ്ക്ക് പോയ സമയത്ത് ISIS ആരുമായിട്ട് ഈ പറയുന്ന പൃഥ്വിരാജിന് ലിങ്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറയുന്നതാണ് ഈ പറയുന്ന രീതിയിലുള്ള പരിപാടി. കാരണം ആളുകൾ ഇനി അതൊന്നും ചെയ്തിട്ടില്ല എങ്കിലും അവരെ അങ്ങനെ വരുത്തി തീർക്കുക. നോക്കൂ, പൃഥ്വിരാജ് അമ്പലത്തിൽ പോവുകയും കൃത്യമായിട്ട് മതവിശ്വാസത്തെ നല്ല രീതിയിൽ മുറുകെ പിടിക്കുന്ന പല ചിത്രങ്ങളും പല വീഡിയോകളും ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ ആരാണ്? ഈ അടുത്ത് BJP-യുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ക്ലിയർ കട്ടായിട്ടുള്ള വീഡിയോ പുറത്തു വന്നിട്ടുള്ള ഒരു സ്ത്രീയല്ലേ. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു അക്ഷരം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയാം, ഇവിടെ പലരും ഇരിക്കുന്നുണ്ട്. ഇതേ ശ്രീജിത്ത് പണിക്കരും അതുപോലെ തന്നെ നന്ദകുമാരൊക്കെ അറിയാൻ പറയാണ് 32,000 സ്ത്രീകളെ കേരളത്തിൽ മതം മാറ്റി സിറിയയിലേക്കും അതുപോലെ തന്നെ ISIS-ന്റെ കോണിലേക്കും കൊണ്ടുപോയി എന്ന് ഒരു ചിത്രം പറയുമ്പോൾ ആ ചിത്രത്തിന്റെ ആ പറഞ്ഞ കാര്യം തെറ്റാണ്, കേരളത്തെ കുറിച്ച് ആ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശരി, കേരള സ്റ്റോറിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എമ്പുരാന് എന്തുകൊണ്ട് ആ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്നാണ്. ശരി ശ്രീജിത്ത്. അല്ല, നോക്കൂ, ഇതില് അദ്ദേഹം വ്യക്തിപരമായി ഒരു സെക്കൻഡ് പറഞ്ഞേക്കട്ടെ. ക്ഷമിക്കണം, സോറി, ഞാൻ ഉദ്ദേശിച്ച ഖാദർ പറഞ്ഞത് BJP നേതാവിന്റെ പേര് ഒന്നുകൂടി പറയാമോ? BJP നേതാവിന്റെ പേര് ഒന്നുകൂടി പറയാമോ? കാര്യമല്ലേ കെ ഗണേഷ് BJP-യുടെ ആരാ? കെ ഗണേഷ് ആരാ BJP-യുടെ? ആരാ BJP-യുടെ? നിങ്ങളുടെ പാർട്ടി നേതാവാണ് അയാള്. യുവമോർച്ച പറയൂ. അല്ല, ആരാന്ന് പറയൂ. അയ്യോ, നമ്മള് സാധാരണ ഒരാളെ എടുത്തിട്ട് അയാൾ നേതാവാണെന്ന് പറഞ്ഞിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കല്ലേ? ഉദ്ദേശിക്കുന്നത് എം ഗണേഷ് പറയാൻ ഉദ്ദേശിച്ചതാണ്. ഞങ്ങൾ പാർട്ടി മെമ്പർമാരെ കുറിച്ചല്ലല്ലോ, നിങ്ങൾ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടല്ലേ പറയുക. നമ്മൾ ആരെങ്കിലും ഒരാളെ കുറിച്ച് മോശമല്ലേ? നേരത്തെ ഹസ്കർ പറഞ്ഞ അല്ല, ഹസ്കർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞിട്ട് അത് RSS ആന്ന് പറയുന്നത് മോശമല്ലേ? പറയരുത്. കുറച്ച് നിങ്ങൾ എം ഗണേഷ് ടാർഗറ്റ് ചെയ്തതിനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കെ ഗണേഷ് എന്ന് പറയുന്ന ആള് BJP-യിൽ ആരാണ്? ആരാണ് BJP-യില്? യുവമോർച്ചയുടെ നേതാവ്. നിങ്ങൾ എം ഗണേഷ് ഉദ്ദേശിച്ചാണ് സംസാരിക്കുന്നത്? അല്ല, കെ ഗണേഷാണ്. അതെ, നിങ്ങൾ യുവമോർച്ചയുടെ ഏത് ഭാരവാഹിയാണ്? നിങ്ങളുടെ അപ്രധാനപ്പെട്ട ആളുകളുടെ പോസ്റ്റുകൾ എടുത്ത് കാണിച്ച് എന്ത് അനാവശ്യമായിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന സഹോദരൻ. BJP-യിലെ അംഗമേ അല്ല കെ ഗണേഷ് എന്ന് പറയുന്ന ആള്. അല്ല, നിങ്ങള് സാധാരണ പ്രവർത്തകരുടെ പോസ്റ്റ് എടുത്തിട്ട് ഞാൻ വേറൊന്ന് പറയാലോ, നിങ്ങളാണല്ലോ പീസ് ഇന്റർനാഷണൽ സ്കൂള് മതപരിവർത്തനം നടത്തുന്ന കുട്ടികളെ ചരിത്രം പഠിപ്പിച്ചത്. അതിനെന്താ ഖാദർ എന്താ പറയാനുള്ളത്? നിങ്ങൾ പഠിപ്പിച്ചാന്ന് ഞാൻ പറഞ്ഞാലോ?
മതപരിവർത്തനം നടത്തുന്ന 2ാം ക്ലാസ്സിലെ കുട്ടിയുടെ കെ ഗണേശ് എന്ന് പറയുന്ന ആൾക്ക് ബി ജെ പി ആയിട്ട് ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞാലോ? അല്ല, കെ ഗണേശന് ബി ജെ പി ആയിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങള് ബി ജെ പി ആയിട്ട് ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവ് അല്ല കെ ഗണേശ്. മിസ്റ്റർ നന്ദകുമാർ, നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാളെ വിളിച്ചു പറയാതെ ബി ജെ പിയുടെ അല്ലെങ്കിൽ RSSന്റെ തീരുമാനം എങ്ങനെയാണ്? അതൊക്കെ ഖാദറിനെ പോലൊരു പണിയാണ്. അത് ഖാദറിനെ പോലൊരു പണിയാണ്, എന്റെ പണിയല്ല. നിങ്ങളുടെ ഒരു സെക്കൻഡ്, നിങ്ങളുടെ തർക്കം തീർക്കോ. ഒരു സെക്കൻഡ് നന്ദകുമാർ, ഇക്കാര്യത്തിൽ അല്ലല്ലേ എ ജയകുമാറിന്റെ പോസ്റ്റിൽ തന്നെ പൃഥ്വിരാജിനെതിരെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഈ മൊത്തത്തിലുള്ള ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് തന്നെ ഇടത് ജിഹാദി ഗൂഢാലോചന എന്നാണ്. അവിടെയും പൃഥ്വിരാജിനെതിരെയുള്ള കാര്യങ്ങളുണ്ട്. ഓർഗനൈസറിൽ വന്ന ലേഖനത്തിലും പൃഥ്വിരാജ് മുൻപ് തന്നെ ഇങ്ങനെ ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മുൻ സിനിമകളുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദേശയാത്രകളെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഗണേശിന്റെ കാര്യം മാത്രം പറയണ്ട. ഗണേശ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അല്ലെ മഞ്ജുഷ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം ജയകുമാറിന്റെ നമ്മൾ അംഗീകരിക്കുന്ന പോസ്റ്റുകളാണ്. ചർച്ചകൾക്ക് ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആളുകൾ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിച്ചു വരൂ നന്ദകുമാർജി. നിങ്ങളുടെ ആളുകൾ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇന്റർനാഷണലിനെ കുറിച്ച് എനിക്കറിയില്ല. എന്നോട് ഇന്റർനാഷണൽ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അവർ തെറ്റിയതിന് നടപടിയെടുക്കണം. നിങ്ങളുടെ സ്ഥാപനമാണ്. നിങ്ങൾ പോയി എന്റെ അഭിപ്രായം നിങ്ങളുടെ സ്ഥാപനം എന്റെ ആരുടെങ്കിലും സ്ഥാപനം ഖാദറിനെ പോലുള്ള ആളുകൾ പഠിപ്പിക്കുന്ന ഖാദറിനെ പോലെയുള്ള ആളുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനം തന്നെയാണ് പീസ് ഇന്റർനാഷണൽ. നന്ദകുമാർജി, നിങ്ങൾ ഇങ്ങനെ കാര്യമില്ലാതെ സംസാരിക്കരുത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ബി ജെ പിയുടെ മെമ്പറായിട്ടുള്ള നിലവിൽ നിങ്ങളുടെ ബി ജെ പിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള കെ ഗണേശിന്റെ പോസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്തിനാ ആട് കയറി മെമ്പർ എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്ത് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുക്കേണ്ടതില്ല? ഞാൻ ആരോപണം ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. ഒരാൾ ബി ജെ പി പറയാ, ഒരാൾ കോൺഗ്രസ്സുകാരനെ കയറി RSS എന്ന് പറയാ. ഈ തരമാണ് ചർച്ച. മഞ്ജുഷ അവരത് ക്ലിയർ ചെയ്യട്ടെ. നന്ദകുമാർജി ക്ലിയർ ചെയ്യട്ടെ. കെ ഗണേശ് എന്ന് പറയുന്ന ആള് ബി ജെ പിയുടെ മെമ്പർ അല്ലേ? യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ചെറിയ പോസ്റ്റാണോ? ബി ജെ പിയുടെ മെമ്പർ പറയുന്ന ചെറിയ പോസ്റ്റാണ്. ബി ജെ പിയുടെ ഭാരവാഹി എന്ന് പറയുന്ന പോസ്റ്റുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ബി ജെ പിയുടെ നേതാവ് അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചില്ല. ജയകുമാറിന്റെ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ല ഖാദർ, ഇതിനകത്ത് ജയകുമാറിന്റെ പോസ്റ്റ് കൃത്യമായിട്ടുണ്ട്. അതിൽ RSSന്റെ നിലപാട് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ ഗണേശ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ അല്ലല്ല, ഒരു സെക്കൻഡ് ഖാദർ, ഇതിനകത്ത് ഗണേശിനെ കോട്ട് ചെയ്യേണ്ട, അതിനേക്കാൾ ശക്തമായിട്ട് തന്നെ RSS പറഞ്ഞിട്ടുണ്ട്. അത് ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓർഗനൈസറിൽ വന്നിട്ടുള്ള ഇന്നത്തെ ലേഖനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാക്കി പറഞ്ഞാൽ അതവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞ ഗണേശിന്റെ പരാമർശത്തിലെ ഗൗരവമാണ് ISIS-ലേക്ക് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എത്ര ഗൗരവമായിട്ടുള്ള കാര്യം. നിങ്ങൾ തന്നെ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ഇല്ലേ? ആ പരാമർശത്തോട് യോജിക്കുന്നുണ്ട് ശ്രീജിത്ത് പണിക്കർ? ശരി, ISIS എന്ന് പറഞ്ഞ പരാമർശത്തോട് താങ്കൾ യോജിക്കുന്നുണ്ട്? ശരി, വിയോജിപ്പുകൾ ഉണ്ടാകാം. ശരി, പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ? പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണല്ലോ നടക്കുന്നത്.